ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ല അടിപൊളി വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു വീക്കെൻഡ് പ്രൊമോ എത്തിയിട്ടുണ്ട്. അതിൽ കാണിക്കേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേക്കും ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാണ്. വേഗം തന്നെ അവരെ പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. ആ സമയത്ത് ഇഷിത ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്, എന്താ ഞങ്ങൾ എത്രമാത്രം ടെൻഷനായെന്നറിയാവോ, എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞായിരുന്നു ആകാശങ്ങൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അച്ഛൻ ഡാഡി മരിക്കുമെന്നും ഡാഡിക്ക് സീരിയസ് ആണെന്ന് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. രാവിലെ ആവാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഡാഡിനെ കാണാനായിട്ട്. പിന്നെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ആകെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ചിപ്പി എന്നെ കണ്ട് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് അവളുടെ അടുത്തുനിന്ന് മറയ്ക്കാൻ സാധിച്ചില്ല. എൻ്റെ വിഷമം എന്നെ അവൾക്ക് തുറന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച അമ്പലത്തിലേക്ക് പോയതാണ് ഇഷിതാമ്മ എന്ന് പറയാണ്. സിപ്പി പറയുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ മാത്രം പോയതല്ല ഇഷിതാമ്മ, അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, ആദ്യമായിട്ട് ശയനപ്രദക്ഷിണം വരെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ ഇഷിത ആദ്യനെ കെട്ടിപ്പിടിക്കുകയാണ്. മോൻ്റെ മേലൊക്കെ മുറിഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഡാഡിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല. വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഗുണം ഡാഡിക്ക് കാണാനും ഉണ്ട്. മഹേഷ് കണ്ണ് തുറന്നു, എല്ലാം കണ്ടല്ലോ അല്ലേ, ഞങ്ങൾ കണ്ടു, ഡാഡി ഞങ്ങളടുത്ത് സംസാരിച്ചു. ആണോ, നിങ്ങളടുത്ത് സംസാരിച്ചു? സംസാരിച്ചു, ഭയങ്കര സന്തോഷം എന്ന് പറയാണ്. എന്തായാലും ഡാഡിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, വാ ഇഷിതാമ്മ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു തരാം. വേണ്ട ഇഷിതാമ്മ, വിശപ്പൊന്നുമില്ല, ഡാഡിനെ കണ്ടപ്പോൾ സന്തോഷം എന്ന് പറയാണ്. എന്നാൽ മോനൊരു കാര്യം ചെയ്യും, ഞാൻ ഓട്ടോറിക്ഷ കയറ്റി വിടാം, രണ്ടുപേരും കൂടി മഹേഷിൻ്റെ ഫ്ലാറ്റിൽ പോയി നിന്നാൽ മതി, കാരണം രജനി ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രജനി അങ്ങോട്ടേക്ക് വരുവാ കേട്ടോ. ഓഹോ, അപ്പൊ രണ്ടുപേരും നിന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലേ, എന്നിട്ടാണ് നീ കള്ളം പറഞ്ഞേലേ, ആദി വാ വീട്ടിലേക്ക് പോകാം എന്ന് പറയണം. ഇല്ല ഞാൻ വരില്ല എന്ന് ആദ്യം പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, നീ എന്താടാ പറഞ്ഞത്, നിനക്ക് മനസ്സിലാവില്ലേ, ഇങ്ങോട്ട് വാടാ, നിന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇഷിത പറയുന്നുണ്ട്, രചന അവൻ്റെ ഡാഡിയാണ് ICUയിൽ കിടക്കണത്, കണ്ണ് തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും മോന് ആ ഒരു വിഷമം ഉണ്ടാവില്ലേ, അതുകൊണ്ട് മോൻ ഇവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോയിക്കോട്ടെ. ഓ, നീ അവസരം മുതലെടുക്കുകയാണല്ലേ, ഇതിന്റെ പേരിൽ നീ മോനെ കയ്യിലാക്കാന്ന് വിചാരിച്ചെങ്കിൽ അത് നടക്കില്ല ഇഷിത എന്ന് പറയണം. എനിക്ക് മോനെ കയ്യിലാക്കണമെന്നൊന്നുമില്ല, പക്ഷെ അവൻ്റെ ഡാഡി, അതായത് മഹേഷ്, ഈ സമയത്ത് മക്കളെ കാണുന്ന ആഗ്രഹമൊക്കെ ഉണ്ടാകും. മാത്രമല്ല മഹേഷ് മിക്കവാറും ഉടനെ തന്നെ ഡിസ്ചാർജ് ആകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മഹേഷിന്റെ കൂടെ മക്കൾ രണ്ടുപേരും ഒന്ന് നിന്നോട്ടെ രചന. പറ്റില്ല, ഞാൻ ആദിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ആദിനെ കൈ പിടിച്ച് വലിക്കുമ്പോഴേക്കും ആദി വിട് എന്ന് പറഞ്ഞിട്ട് രചനയുടെ കൈ പിടിച്ച് തള്ളുകയാണ്. മമ്മി എൻ്റെ കാര്യം നോക്കണ്ട, എൻ്റെ ഡാഡിയാണ് ICUയിൽ കിടക്കുന്നത്, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ രചനക്ക് ആകെ നാണക്കേട് തോന്നാട്ടോ. ഇഷിത പറയണ്ട, കേട്ടല്ലോ അവന്റെ മറുപടി കേട്ടല്ലോ, അവനൊന്ന് വെറുതെ വിട് രചന, അവനൊന്ന് ഡാഡിയുടെ അടുത്ത് കുറച്ചേരം നിന്നോട്ടെ എന്ന് പറഞ്ഞു. മക്കള് വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂട്ടിക്കൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോവാട്ടോ. രചന മനസ്സിൽ വിചാരിക്കുകയാണ്, അവൾ അവസരം മുതലെടുക്കാണ്, എന്തായാലും ഇപ്പോൾ പോയല്ലോ, ഈ സമയത്ത് മഹേഷിന് ICUവിൻ്റെ ഉള്ളിൽ കയറി കാണാം എന്ന് രചന വിചാരിച്ചിട്ട് രചന ICUവിൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. മഹേഷ് കണ്ണ് തുറന്നിട്ടാണ് കിടക്കുന്നത്. മഹേഷിൻ്റെ അടുത്ത് രചന പറയുന്നുണ്ട്, മഹേഷ് ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചെന്ന് അറിയാവോ, മഹേഷ് എന്ത് സംഭവിക്കുന്നു, ഞാൻ പേടിച്ചു പോയി. അതെന്തിനാ നീ പേടിക്കണത്, എന്താ മഹേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, മഹേഷിന്റെ 2 മക്കൾ ചിപ്പിയും ആദിയും, അവരെ ഞാൻ പ്രസവിച്ചതല്ലേ, മഹേഷിന്റെ കുഞ്ഞുങ്ങളല്ലേ, എനിക്ക് ചെയ്തു പോയ കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ കുറ്റബോധമുണ്ട്. ഓ, എനിക്കിപ്പോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടായിരിക്കും. മഹേഷ് ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ, മഹേഷിനെ അറിയാവോ, മഹേഷ് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴേക്കും ആദ്യം ഇവിടെ വന്നതും മഹേഷിനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തതൊക്കെ ഞാനാണ് എന്ന് രചന പറയുമ്പോൾ മഹേഷ് പറയണ്ടോ, ഓ അപ്പൊ നീയാണ് ഇവിടെ ആദ്യം വന്നേലേ, അങ്ങനെ നീ ആദ്യം വരണമെന്നുണ്ടെങ്കിൽ നീ അപകടത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും രചന ആകെ ഷോക്ക് ആവാട്ടോ. അങ്ങനെ ഇഷിതയാണെങ്കിൽ 2 പിള്ളേരെ തിരിച്ച് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് ഡ്രൈവറോട് ഇങ്ങനെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് അവരുടെ പറഞ്ഞേക്കാട്ടോ. ശേഷം ഇഷിത മഹേഷിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് പോലീസ് വരുവാട്ടോ. പോലീസുകാരന് വരുമ്പോഴേക്കും മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുമോ, ചെറുതായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും, അല്ല ശരിക്കും എന്താ സംഭവിച്ചത്, അല്ല ഒരു ആക്സിഡന്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് അന്വേഷിക്കണമല്ലോ, പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പോലീസ് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും രചനയാകെ ഷോക്ക് ആവാട്ടോ. മഹേഷ് പറയണ്ട, എന്താ സംഭവിച്ചത് എനിക്കറിയില്ല സർ, ഞാൻ മര്യാദക്കാണ് വണ്ടി ഓടിച്ചത്, വണ്ടി തിരക്കൊന്നും ഇല്ലാത്ത റോഡായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് നഷ്ടപ്പെടുമായിരുന്നു, വേറെ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി
വെട്ടിച്ചിട്ടാണ് ഞാൻ മതിലിലേക്ക് ഇടിച്ചു കയറിയത് എന്ന് പറയണം. അല്ല, നിങ്ങളുടെ വണ്ടി ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് പോയപ്പോൾ ഞങ്ങൾക്കൊരു സംശയം പോലെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മഹേഷ് വേഗം തന്നെ രചനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ രചന ഒന്നും മിണ്ടാതെ നിൽക്കാട്ടോ. ശത്രുക്കൾ എന്ന് പറഞ്ഞ ബിസിനസ് അല്ലേ സർ, അതിനനുസരിച്ചുള്ള ശത്രുക്കളുണ്ട്. ശരി, ചെറിയൊരു സംശയമുണ്ട്, എനിക്ക് തോന്നുന്നത് അത് ഡോക്ടർ ഇഷിതയുടെ വണ്ടിയാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ. അപ്പോൾ ഡോക്ടർ ഇഷിതക്ക് വെച്ച കെണി എന്തെങ്കിലും മഹേഷിന് വന്നതാണോ എന്നൊരു സംശയം നന്നായിട്ടുണ്ട്. ഞങ്ങൾ ഈ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പോയിക്കോ സർ എന്ന് മഹേഷ് പറയാണ്. ഇഷിതടുത്ത് പറഞ്ഞിട്ട് നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി തരാം, കാരണം നിങ്ങളുടെ വണ്ടിയാണല്ലോ, ഞാൻ എഴുതി തരാം സർ എന്ന് പറയാണ്. രചന ആകെ വേർത്ത് കുളിക്കാട്ടോ. അത് മഹേഷും ഇഷിതയും ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം ഇഷിതടുത്ത് രചന പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇഷിതടുത്ത് മഹേഷ് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി മഹേഷ് എന്താ അങ്ങനെ പറയണേന്ന്. ഇവിടെ രചനയുടെ സാന്നിധ്യം ഉള്ളപ്പോൾ മഹേഷിന് ശ്വാസം മുട്ടുന്നുണ്ടല്ലേ. അതേടോ, നമുക്ക് വീട്ടിലേക്ക് പോവാം, വീട്ടിലിരിക്കണം, വീട്ടിലെ ഭക്ഷണം കഴിക്കണം, അമ്മേനെയും അച്ഛനെയൊക്കെ കാണണം എന്ന് പറയണം. എല്ലാവരും മഹേഷിനെ കാണാൻ കാത്തിരിക്കുക, നാളെ ഡിസ്ചാർജ് ചെയ്യും മഹേഷ് എന്ന് പറയാണ്. അങ്ങനെ മഹേഷിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ രചനയും മഹേഷിന്റെ കൂടെ പോവാട്ടോ. ഒന്നാമത്തെ കാര്യം, രചനക്ക് മഹേഷിന്റെ കാര്യങ്ങൾ അറിയണം. അതായത് ഇങ്ങനെ ഇപ്പൊ കുഴപ്പമുണ്ടോ കുറവില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അതായത് മഹേഷിന്റെ ബോഡി ഓക്കെ ആണോ എന്ന് അറിയണം. രണ്ടാമത്തെ കാര്യം, പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ, അപ്പൊ ആ കാര്യങ്ങൾ കൂടി അറിയണം. അതിനു വേണ്ടിയിട്ടാണ് രചനയും കൂടി കയറി വരുന്നത് കേട്ടോ. ആദ്യമാണെങ്കിൽ ആകാശിനോട് കൈ ചൂണ്ടി സംസാരിക്കുകയും അതുപോലെ തന്നെ ആദ്യം എന്തൊക്കെയോ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് സുമിതേൻ്റെതും ആകാശിനടുത്തും പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഭാഗവും പ്രൊമോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ശേഷം രചന മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവേലി പറയുന്നുണ്ട് രചന അടുത്ത്, നീ വീട്ടിലേക്ക് പോയിക്കോ, ആദ്യം ഇവിടെ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ആദ്യം ഇവിടെ നിൽക്കുമെങ്കിൽ ഞാനും ഇവിടെ നിൽക്കും, എൻ്റെ മോൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് രചന അവിടെ നിൽക്കുന്നത് കേട്ടോ. ആദ്യം പറയുന്നുണ്ട് ഡാഡിയുടെ അടുത്ത്, അതായത് മഹേഷിനോട് പറയുന്നുണ്ട്, എനിക്ക് ഡാഡിയുടെ കൂടെ ഒരു ദിവസം ഇവിടെ നിൽക്കണമെന്നുണ്ട്, മമ്മിയും കൂടി ഇവിടെ നിന്നോട്ടെ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാവും കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ആദ്യയുടെ ഒരു ആഗ്രഹമല്ല എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം രചന അവിടെ തങ്ങുന്നത്. ആ തങ്ങുന്ന ദിവസമാണെങ്കിലോ മഞ്ജിമയും രചനയും ഭയങ്കര ഗൂഢാലോചനയാണ് കേട്ടോ. അതായത് ഇഷിതനെ എങ്ങനെ പുറത്തു ചാടിക്കാം, ഈ അവസരം രചന എങ്ങനെ മുതലെടുത്ത് മഹേഷിന്റെ ഭാര്യയായിട്ട് വീണ്ടും ആ വീട്ടിൽ തുടരാം എന്നൊക്കെയുള്ള ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. മാത്രമല്ല മഞ്ജിമ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, നീ മഹേഷിനെ മാത്രം കയ്യിലെടുത്താൽ പോരാ, അമ്മേനെയും കൂടി കയ്യിലെടുക്കണം, കാരണം അമ്മയാണ് ഈ വീട്ടിലെ ഓൾ ഇൻ ഓൾ. അച്ഛൻ എന്തായാലും നിന്റെ കാര്യങ്ങളൊന്നും ഇടപെടാൻ പോണില്ല, നിന്നെ ഇഷ്ടമല്ല, അച്ഛൻ്റെ മനസ്സ് മാറത്തില്ല, പക്ഷെ അമ്മയുടെ മനസ്സ് മാറും. നീ ശരിക്കൊന്ന് കുലുക്കാണെങ്കിൽ, അമ്മക്ക് നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണെന്ന രീതിയിൽ നീ അമ്മയടുത്ത് ഇടപഴകണം. പിന്നെ 2 കുട്ടികൾ നിന്റെ ആണല്ലോ, നീ എങ്ങനെയാണ് മഹേഷിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി രചനെ എന്നൊക്കെ പറയാണ്. അത് രചന മുതലെടുക്കാനും വേണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചത്. പോലീസുകാർ പറയുന്നുണ്ട് ഇത് ആക്സിഡന്റ് അല്ല, ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് പോലീസുകാർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോഴും മഹേഷിന് വിശദക്കും രചനേനെയും ആകാശിനാണ് സംശയം. അപ്പൊ ആകാശ് പറയുന്നുണ്ട്, മഹേഷിന് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ഞാനാണ്, ഇവിടത്തെ ശത്രു, ഞാനല്ല അത് ചെയ്തത്. അപ്പൊ സുമിയാണോ ചോദിക്കുമ്പോൾ സുമി പറയും, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. പിന്നെ ആരാണ്, പിന്നെ ഇഷിതയുടെ കാറാണല്ലോ. അപ്പൊ ഇഷിതയുടെ കാറാകുമ്പോഴേക്കും ആകാശിന്റെ സംശയം തീർച്ചയായിട്ടും രചനയിലേക്ക് പോകും. എന്തായാലും അങ്ങനത്തെ നല്ല അടിപൊളി ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.